ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഹന. എന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ വേറൊന്നും എല്ലാ വീഡിയോ ഒന്നും എടുക്കാൻ ടൈമൊന്നും കിട്ടാറില്ല ഗൈസ്, അതാണ്. അപ്പോൾ ഇന്നെന്തായാലും ഫ്രീ ആണ്. അപ്പോൾ ഇന്നെന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ഒരു കാരണങ്ങളും വീഡിയോയിലില്ല കേട്ടോ. പിന്നെ ഇന്ന് നല്ല മഴ ആയിരുന്നു, രാവിലെ തൊട്ടേ മഴയും നല്ല മഴക്കാറൊക്കെ ആയിട്ട് മൂടി നിൽക്കുകയാണ്. അപ്പം നല്ല രസമുണ്ട്, നല്ല തണവും നല്ലൊരു പ്രത്യേക വൈബ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഒരു 11 മണി 11:30 നേരത്തെ ഞാനൊക്കെ കൂടെ പോവാട്ടോ. അപ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇന്നൊരു ദിവസം ലീവായപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ രാവിലെ തന്നെ വലിയ മഴയൊന്നുമില്ല, ചെറിയൊരു ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല മഴക്കാറുണ്ട്. അപ്പം നമ്മൾ പോണ നേരത്തെ മഴ ഇല്ലാത്തത് എന്തുകൊണ്ടും ലാഭമായി. കാരണം ഇല്ലെങ്കിൽ എത്ര കുട ചൂടിയിട്ടും കാര്യമില്ല, മഴയിൽ കുളിച്ചിട്ടേ നമ്മൾ പോവുള്ളൂ. കാരണം എത്ര കുട പിടിച്ചാലും എന്തെങ്കിലും നനയൂട്ടാ ഗൈസ്. പക്ഷെ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മച്ചിയും കൂടെ പോവുകയാണ്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അങ്ങനെ പകുതി വഴി ആയപ്പോൾ മഴ ചാരി തുടങ്ങിയിട്ട് അപ്പോൾ ഉമ്മച്ചി എന്തൊക്കെയോ വാങ്ങാൻ വേണ്ടിയിട്ട് കയറി. അപ്പം ഞാനിവിടെ സൈഡിൽ നിന്ന് ചെറുതായിട്ട് ചാറുന്നുള്ളൂ, വലിയ മഴയൊന്നുമില്ല. എന്നാലും നമുക്ക് കുട ചൂടണം, അത്രയും മഴയുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഓട്ടോറിക്ഷ ഒക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ വാടനപ്പള്ളിക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ എത്തിയിട്ട് നമുക്കിനി എന്തോ ഗ്യാസിൻ്റെ ഓഫീസിലേക്കൊക്കെ പോകണം. ഉമ്മച്ചിക്ക് എന്തോ ഈ കാര്യത്തിൽ എനിക്കറിയില്ല. അപ്പം ബസ്സിൽ പോകാം. ബസ്സിലൊന്നും തിരക്കില്ല കേട്ടോ. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് ആരും തന്നെ എവിടേക്കും പോകുന്നൊന്നും ഉണ്ടാവില്ല. ബസ്സിലൊന്നും ആരുമില്ല, സീറ്റൊക്കെ ഒഴിവാണ്. അങ്ങനെ പിന്നെ നല്ലപോലെ സീറ്റുണ്ട്. അപ്പോൾ ഞാൻ ഉമ്മച്ചിയും കൂടെ അങ്ങോട്ട് പോവുക. അപ്പോൾ അവിടെ എത്തിയിട്ട് ഉമ്മച്ചിക്ക് എന്തൊക്കെയോ അവിടെ കൊടുക്കാനൊക്കെ ഉണ്ട്. പിന്നെ മഴ കാരണം എല്ലാ വീഡിയോസൊന്നും അങ്ങനെ കറക്റ്റായിട്ട് എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. കുറേ വീഡിയോസൊക്കെ എടുക്കാതെ വിട്ടുപോയി. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് കുടയും ഫോണും എല്ലാം കൂടെ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട്. പിന്നെ ഉമ്മച്ചി ബാങ്കിലോട്ടൊക്കെ പോയി. ഉമ്മച്ചിയുടെ ബാങ്കിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയി. അതിന് ശേഷം പിന്നെ എനിക്ക് എൻ്റെ ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, പൈസ എടുക്കണമായിരുന്നു. പിന്നെ ചെക്ക് ലീഫ്, ATM കാർഡ് അതിനൊക്കെ അപേക്ഷിച്ചു. മഴ കാരണം എല്ലാം ഒന്നും അങ്ങനെ എടുക്കാനും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ വീഡിയോ ചെറുതായിട്ട് പോവും. അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക, അത്ര തന്നെ. അല്ലാതെ ഇപ്പം ഞാൻ എന്താ പറയുക. അങ്ങനെ അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് പോവാണ് ഗൈസ്. അപ്പോഴും മഴ ഇങ്ങനെ ചാറി നിൽക്കുന്നുണ്ട്. നല്ല ശക്തമായ മഴ ഒന്നും ഇല്ല കേട്ടോ. ഇന്നലൊക്കെ നല്ല മഴയായിരുന്നു, പക്ഷേ ഇന്ന് മഴയൊന്നുമില്ല. തൃശ്ശൂരിൽ യെല്ലോ അലേർട്ടാണെന്നൊക്കെയാണ് പറഞ്ഞത്. വലിയ മഴയൊന്നുമില്ല. അങ്ങനെ പിന്നെ ഞാൻ ബാങ്കിൽ പോയിട്ട് പിന്നെ അവിടെ കുറേ നേരം അവിടെ ടൈമായി. ചെക്ക് ലീഫിനും ATM കാർഡിനും ഒക്കെ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുത്തുകൊണ്ട് അവിടെ ഇരുന്ന് ബോറടിച്ചു ഗൈസ്. പിന്നെ അങ്ങനെ പൈസ എടുക്കേണ്ട കാര്യത്തിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആ പയ്യൻ അവിടെ നിന്ന് പോയാലല്ലേ എനിക്ക് പൈസ എടുക്കാൻ പറ്റുള്ളൂ. ഈ പയ്യനാണെങ്കിൽ പോകുന്നുമില്ല. ഈ പയ്യൻ അവിടെ ഇങ്ങനെ നിൽക്കന്നെ, എന്താ ചെയ്യുക. കുറേ നേരം ഞാൻ ഇരിക്കണം. അപ്പോൾ ഉമ്മച്ചി പറയാണ്ട് നീ പോയിക്കോ, അപ്പുറത്ത് നിന്നോ എന്നൊക്കെ. പക്ഷേ ഈ പയ്യൻ മാറാതെ ഞാൻ ഇങ്ങനെ പോയി. ഈ പയ്യന് പൈസ എടുത്ത് പോകണ്ടേ, അതുകൊണ്ട് ഞാനിങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തു. അവസാനം കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ആ ചെറുക്കനൊന്ന് പോയത്. ഒത്തിരി നേരം പിടിച്ചു അവിടെ നിന്ന് പോകാനായിട്ട്. അങ്ങനെ പിന്നെ ഞാൻ ചെന്നു, എൻ്റെ ഫോമൊക്കെ കൊടുത്തു. അങ്ങനെ പിന്നെ പൈസ ഒക്കെ കിട്ടി. അങ്ങനെ പിന്നെ ഞാനും ഉമ്മച്ചിയും തിരിച്ച് പോകാൻ നേരത്തെ വിചാരിച്ചു ബിരിയാണി വാങ്ങാമെന്ന്. ബിരിയാണി കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് നടന്നുകൊണ്ട് എന്നിട്ട് റോഡ് കടന്നിട്ട് നമ്മൾ പിന്നെ ബിരിയാണി വാങ്ങാനായിട്ട് പോവുക. നമ്മൾ ബിരിയാണി വാങ്ങിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. രാവിലെ തന്നെ വന്നുകൊണ്ട് ഉമ്മച്ചി കറിയൊന്നും അങ്ങനെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് നമ്മൾ ബിരിയാണി വാങ്ങാൻ പ്ലാൻ ഇട്ടത്. അല്ലെങ്കിൽ ഇതൊന്നും വാങ്ങില്ല ഗൈസ്. അപ്പോൾ റോഡ് കിടക്കാൻ ഭയങ്കര പാടാണ്. ഒന്നാമത് മഴയും കൂടെ ആകുമ്പോൾ നല്ല റിസ്ക്. കാരണം നല്ലപോലെ വണ്ടികൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചീറിപ്പാഞ്ഞ് വരണുണ്ട്. ആ വിറ്റങ്ങൾക്ക് ചില സമയം നിങ്ങൾ കണ്ണും കാണില്ല. നമുക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്ന് വെച്ചിട്ട് നമ്മൾ ശ്രദ്ധിച്ചാണ് ആ റോഡ് കിടക്കാൻ ഇന്നോടത്തെ പോയിട്ട്. ഓക്കെ. അപ്പോൾ കുറേ നേരം ഒന്നുമില്ല, കുറച്ച് നേരം ഞങ്ങൾ റോഡെല്ലാം കടന്നു. എന്നിട്ട് നമ്മൾ ബിരിയാണി വാങ്ങാനായിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ വാങ്ങിച്ച് പോവാം കേട്ടോ. പിന്നെ പോണ വഴിയിൽ ഞങ്ങൾ 1-2 സ്ഥലത്തൊക്കെ കയറി, 1-2 സാധനങ്ങൾ വാങ്ങാനൊക്കെ കയറി. പക്ഷെ അതൊന്നും എടുത്തില്ല, വിട്ടുപോയതാണ്. പിന്നെ മഴയും എല്ലാം കൂടെ ആയിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല. അതാണ് വീഡിയോ ചെറുതായിട്ട് പോണേ കേട്ടോ. അതൊന്നും എടുത്തില്ല. പിന്നെ ഉമ്മിച്ച് മീനെല്ലാം വാങ്ങിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാം. അപ്പോൾ എന്തായാലും ഓട്ടോറിക്ഷ വിളിക്കണം. അങ്ങനെ ഞാൻ പിന്നെ ഓട്ടോറിക്ഷ വിളിക്കാൻ പോയി. അങ്ങനെ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചിട്ട് ഞാൻ ഉമ്മച്ചിയും വേണ്ടി പോവാം.
അങ്ങനെ പിന്നെ ഞങ്ങൾ വീടൊക്കെ എത്തി. നല്ല വിശപ്പുണ്ടായിരുന്നു, 1:30 അപ്പോൾ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന ചിക്കൻ ബിരിയാണിയും എല്ലാം കൂടെ കഴിച്ചു. പിന്നെ ഞാൻ ഉറങ്ങി. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ പിന്നെ എഴുന്നേറ്റു. 4 മണിയല്ല, ഒരു 3:45 ആയപ്പോൾ എഴുന്നേറ്റു. എഴുന്നേറ്റ് നേരത്തെ ചെറിയ മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കടയിൽ പോയി, എനിക്ക് ഒരു A4 ഷീറ്റ് വാങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ A4 ഷീറ്റൊക്കെ വാങ്ങിച്ച് തരുമ്പോൾ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു. നല്ല പൊരിഞ്ഞ മഴയത്ത് നല്ല തണുത്ത ചോക്കോബാർ, നല്ല കോരിച്ചെറിയണ മഴയത്ത് തണുത്ത ഐസ്ക്രീം വെച്ച് കഴിക്കണം. ജാതി മാതിരി പ്രാന്ത് എന്നല്ലാണ്ട് എന്താ പറയാലേ. ഞാൻ കഴിക്കും അത്. നല്ല എനിക്ക് എന്താണോ ഐസ്ക്രീം കഴിക്കാൻ തോന്നി, അതുകൊണ്ട് വാങ്ങിച്ചു കഴിച്ചു. പിന്നെ ഒരു ഉച്ചരി എന്ന് പറഞ്ഞ ഒരു 6 മണിയൊക്കെ ആയിട്ടോ. നേരത്ത് മുറ്റൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങി. മുറ്റൊന്നും തീരെ കാണാത്ത പോലെ ഞാൻ. പക്ഷെ മഴ ഇങ്ങനെ പെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കാൻ നേരത്ത് നല്ല രസമുണ്ട്. അപ്പം ഞാനിങ്ങനെ മുറ്റത്തൊക്കെ ജസ്റ്റ് ഇറങ്ങിയതാണ്. ഞങ്ങൾ ഈ ഒരു മരം ഉണ്ടല്ലോ, ഇതിൻ്റെ പേരറിയില്ല. കൈതച്ചക്ക, ആത്തച്ചക്ക, അങ്ങനെ എന്തോ പേരാണ്. അയിനിച്ചക്കല്ല, കൈതച്ചക്ക പൈനാപ്പിൾ അല്ലേ. പിന്നെന്താണ്, എന്തോ ഒരു ചക്ക, സീതപ്പഴം പോലെ ഇരിക്കുന്ന ചക്ക, എനിക്കറിയില്ല. അത് പൂവിട്ടിട്ടുണ്ട് കണ്ടോ. ഇതാണ് അതിൻ്റെ പൂവ്. വിരിഞ്ഞിട്ടില്ല, വിരിയാറായി തുടങ്ങി. അപ്പം തന്നെ മഴ. അപ്പം ഇത് കൊഴിയൂന്നാണ് തോന്നുന്നത്. കുറേ ഇട്ടുണ്ട് കേട്ടോ, ഇതിൻ്റെ താഴെയും ഇട്ടുണ്ട്, പിന്നെ ഇവിടെ ഒക്കെ ഇട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ മുട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് സീതപ്പഴത്തിൻ്റെ ചെടിയാണ്. സീതപ്പഴത്തിൻ്റെ മേലും മുട്ടിട്ടുണ്ട്. സീതപ്പഴത്തിൻ്റെ പൂവും ഇതുപോലെ തന്നെയാണ് കണ്ടോ. ഇതും മുട്ടിട്ടുണ്ട്, പൂവായിട്ടുണ്ട്. പൂവായിട്ടുണ്ട്, പക്ഷേ ഇത് കൊഴിയും. ഇതുവരെ ഇതുമ്മ കായ്ച്ചിട്ടില്ല. സാഡ് എന്നുണ്ടല്ലോ. ഇത് ശരിക്കും കാണിച്ചു തരാം. ഇത് നമ്മളെ നെല്ലിപ്പുളിയാണ്. അതുമ്മ നിറച്ച് പൂവിട്ടിട്ടുണ്ട്, പക്ഷേ മഴ കാരണം അതൊക്കെ കൊഴിയും, കായ്ക്കില്ല തോന്നുന്നത്. നല്ലോണം പൂവിട്ടിട്ടുണ്ട് കേട്ടോ, പക്ഷെ അത് വിരിയില്ല. ഇതാണ് ഞങ്ങളെ ഫ്രൂട്ട്. എന്താ അയിനിച്ചൊക്കെ എന്തോ ഒരു പേര്, എനിക്കറിയില്ല. പേരറിയാത്ത പഴം, പേരറിയാത്ത ഫ്രൂട്ട്. ടെറസിൻ്റെ മേലെ നോക്കാം. ടെറസിൻ്റെ മേലെ സാധനങ്ങൾ കണ്ടിട്ടുണ്ടോ. ഇത് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഗൈസ്. നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങണേ ഡ്രാഗൺ ഫ്രൂട്ട് ഇതാ ഞങ്ങളെ വീട്ടിൽ. ഇത് ഇങ്ങനെയല്ല, ഇതുമ്പോൾ നമ്മൾ ഒരു ടയർ പോലത്തെ ഒരു സംഭവം, നമ്മൾ ഇവിടെ നിന്നൊരു ഇവിടെ നമ്മളൊരു മരമല്ല, ഒരു കമ്പ്, ഒരു വടി നമ്മളിവിടെ കുഴിച്ചിട്ട് അതിൻ്റെ മേലെ ടയർ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഇത് പടരേണ്ടത്. പക്ഷെ അങ്ങനെ വലിയ സെറ്റപ്പൊന്നുമില്ല. ഞങ്ങൾ വലിയ സെറ്റപ്പൊന്നുമില്ല, ഞങ്ങൾ പാവങ്ങളാണ്. ഞങ്ങളിങ്ങനെ പടരുള്ളൂ കണ്ടോ. ഞങ്ങളിങ്ങനെ പടരുള്ളൂ. ഞങ്ങൾ മേലൊക്കെ പോയിട്ടൊന്നും പടരില്ല. ഞങ്ങളിങ്ങനെ പടർത്തിയേക്കുന്നത്. ഇതിൻ്റെ എവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവാമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ പാവങ്ങൾ കണ്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് ഇത്രേ ആയിക്കണു. ഇത് ശരിക്കും നിൽക്കുവാണെങ്കിൽ ഇത് നല്ലപോലെ നിന്നേനെ ഉണ്ടായേനെ കേട്ടോ. കാണിച്ചു തരാം. ഈ ഒരു പഴം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഒരു പഴങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാട്ടോ. എൻ്റെ മൂത്തുമ്മയുടെ വീട്ടിലൊക്കെ നിൽക്കാൻ പോകുമ്പോൾ അവർ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഇതുപോലത്തെ ഒരു മരം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാനും എൻ്റെ കസിൻസൊക്കെ കൂടെ കുറേ പൊട്ടിച്ച് കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമുള്ള. ഞങ്ങൾ ചെറിപ്പഴം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്ന് അറിയില്ല. ചെറി പോലെ ഇരിക്കുന്നതുകൊണ്ടാണോ ചെറിപ്പഴം എന്ന് പറയണമെന്ന് അറിയില്ല. ഇത് എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ നിൽക്കുന്ന മരമാണ്. പക്ഷേ കൊമ്പ് ഞങ്ങളവിടേക്ക് ചാഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആകുമ്പോൾ നിറയെ കായേ നിറയെ പൂവുണ്ട്. ടെറസിൻ്റെ മേലെ കയറിയപ്പോൾ നമ്മളെ നെല്ലിപ്പുളി വന്നിട്ടുള്ളത് കണ്ടത് കേട്ടോ. ഇത്ര നാൾ നമ്മളമ്മ പൂവേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ പൂവ് എന്തായാലും മഴ പെയ്യുമ്പോൾ കൊഴിയെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ അതുപോലെ ചെറിയ ചെറിയ പുളികൾ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കുഞ്ഞി പുളികളാകുമ്പോൾ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് വലുതായിട്ട് പൊട്ടിക്കാം. അപ്പോൾ അതും കണ്ടു. നിറയെ ഉണ്ട് കേട്ടോ, നിറയെ ഉണ്ട്. ഫസ്റ്റ് ടൈം പൂത്തതാണ്. ഇതുവരെ നമ്മൾ അതും ഉണ്ടായിട്ടുമില്ല, കണ്ടിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. ഫസ്റ്റ് ടൈം. പിന്നെ നമുക്ക് മേലേക്ക് നല്ല മഴ വരാൻ പോകുന്നു. നല്ല മഴ വരാൻ പോകുന്നു. ടെറസിന് മേലെ ഞങ്ങൾക്ക് കയറി വെറുതെ നിൽക്കും കേട്ടോ. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക. ഇവിടെ നിന്ന് നമുക്ക് കടൽ കാണാം, ബീച്ച് കാണാം. അപ്പോൾ കടലൊന്നും എടുക്കണില്ല. സാധാരണ മഴ വീണ ടൈമിൽ നന്നായിട്ട് കടൽ കൂടേണ്ടതാണ്. കടലൊന്നും എടുക്കണി.
പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. എന്തായാലും ടെറസിൻ്റെ മേലെ കയറിയതല്ലേ, 2 വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഭ്രാന്ത് എന്നല്ലാണ്ട് എന്ത് പറയാൻ. മഴ പെയ്യുന്ന വിചാരിച്ചിട്ട് മഴയൊന്നും പെയ്യണില്ല, നല്ല മഴക്കാറുണ്ട്, എന്തായാലും ഇന്ന് പെയ്യും. ബായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരെക്കും ബൈ. നല്ല മഴ വരാൻ പോകുന്നുണ്ട്, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. പിന്നെ നിങ്ങൾക്ക് ഞാൻ ആ പഴം കാണിച്ചു തരാം, ആ ഒരു ചെറിയ പഴമല്ലേ, ചെറിപ്പഴം, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ഓ, നല്ല മഴ വരാൻ പോകുന്നുണ്ട്. കണ്ടോ കണ്ടോ കണ്ടോ, നല്ല കാർമേഘങ്ങൾ. ഇതാണ് നമ്മളെ കടൽ, നല്ല മഴ വരാൻ പോകുന്നുണ്ട്. ഇതാണ് ആ പഴം, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കഴിക്കുക, നല്ല ടേസ്റ്റാട്ടത്, നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ. ഇതാണ് കഴിക്കുക, നല്ല മധുരമാണ് കേട്ടോ ഇത്, ചെറിപ്പഴം. കുറേ നിൽക്കണം. ഡ്രാഗൺ ഫ്രൂട്ട്. ബൈ, ടാറ്റാ.